ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासंवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണ. അധ ശുക്ല യജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം. യാജ്ഞവൽക്യ മഹർഷിയുടെ വാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അദ്ദേഹത്തിനോട് മാനസികമായി അനുമതി ചോദിക്കാം. പഞ്ചമ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. പ്രഥമ ബ്രാഹ്മണം നമ്മൾ കണ്ടു, അജാതശത്രു ബ്രാഹ്മണം. നിങ്ങൾ പഞ്ചമ ബ്രാഹ്മണത്തിന് മുമ്പ് ഇടതുവശത്ത് സ്ഥലം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പഞ്ചമ ബ്രാഹ്മണം തുടങ്ങുന്നതിന് ഇടതുവശത്ത് പേപ്പറിൽ പുസ്തകത്തിൽ സ്ഥലമുണ്ട്, എഴുതിക്കോളൂ. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത് സത്യസ്യ സത്യം. ദ്വിതീയ ബ്രാഹ്മണം തൃതീയ ബ്രാഹ്മണം, അതായത് ശിശു ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ പ്രധാനമായി നമ്മൾ പഠിച്ചത് അധ്യാരോപ അപവാദ പ്രക്രിയ. അധ്യാരോപ അപവാദ പ്രക്രിയ, നേതി നേതി വിചാരം. ഇതാണ് രണ്ടും മൂന്നും കൂടെ ബ്രാഹ്മണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഒന്ന് സത്യസ്യ സത്യം അജാതശത്രു ബ്രാഹ്മണം, രണ്ടും മൂന്നും ബ്രാഹ്മണം ശിശു ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അധ്യാരോപ അപവാദ പ്രക്രിയ, നേതി നേതി വിചാരം. അടുത്ത ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. പ്രധാന ഭാഗം ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അല്ലെ, ആ മന്ത്രത്തിൻ്റെ നമ്പർ ഇട്ടാലും മതി. ഇനി അത് എഴുതി വെക്കാൻ ഒരുപാടുണ്ടെങ്കിൽ മന്ത്രം 5 ഇട്ടാലും മതി.
മൈത്രേയി ബ്രാഹ്മണം മന്ത്ര 5 ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. അത്രയുമാണ് നമ്മൾ പ്രാധാന്യത്തോടു കൂടി പഠിച്ച്. ഒന്നുകൂടെ പറയാം. അജാതശത്രു ബ്രാഹ്മണം സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. ശിശു ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം അധ്യാരോപ അപവാദ പ്രക്രിയ നേതി നേതി വിചാരം. ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം മന്ത്രം 5 ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. ഇത് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഈ പഠിച്ചത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴെന്താണ് ഇനിയുള്ള ബ്രാഹ്മണങ്ങൾ മധുബ്രാഹ്മണവും അതിനുശേഷം 6ാമത്തെ ബ്രാഹ്മണം വംശബ്രാഹ്മണം അതുകൂടെ കഴിയുമ്പോൾ ബ്രഹ്മവിദ്യാ പ്രകരണം അവസാനിക്കും. അപ്പോഴേക്കും നമുക്കിത് ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചതുർത്ഥ ബ്രാഹ്മണങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി ബ്രഹ്മവിദ്യാ ഉപദേശം നമുക്ക് പറഞ്ഞു തന്നു. ചതുർത്ഥ ബ്രാഹ്മണം അവസാനിച്ചത് മൈത്രേയിക്ക് ബ്രഹ്മവിദ്യ വീണ്ടും ഉപദേശിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി എന്താണോ മൈത്രേയിയുടെ ചോദ്യം, അമൃതത്വം എങ്ങനെ നേടിയെടുക്കാം, അത് നേടിയെടുക്കേണ്ട ഉപായങ്ങൾ എങ്ങനെയാണെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. പ്രധാന ഉപായം ശ്രവണം, അതിനുശേഷം ഉപാസന, മനനം, നിധിധ്യാസനാദി സാധനകൾ ഉപദേശിച്ചു. മൈത്രേയിക്ക് അത് മനസ്സിലായി എന്ന് നമ്മൾ വിചാരിച്ചോണം. കാരണം എങ്ങനെ ആരംഭിച്ചോ ആഖ്യായിക അത് അവസാനിപ്പിക്കുന്ന ഒന്നും രീതി ഉപനിഷത്തിലില്ല. നമ്മൾ മനസ്സിലാക്കിക്കോണം ഉത്തമ ശിഷ്യയായ മൈത്രേയിക്ക് അത് ഗ്രാഹ്യമായി എന്ന്. അപ്പം നമ്മൾക്കത് ഗ്രാഹ്യമായിട്ടില്ലെങ്കിൽ അതിനുള്ള അനുഷ്ഠാനങ്ങൾ, ശ്രവണാദി സാധനകൾ നിഷ്ഠയോടുകൂടി തുടരുവാനുള്ള പ്രചോദനം നമ്മൾ തന്നെ ആത്മപ്രചോദനം ഉണ്ടാകെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. പഞ്ചമ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. അഥ ദ്വിതീയോധ്യായഃ പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം. നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു ആമുഖം കണ്ടിരുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇത് എളുപ്പമല്ല, എന്നാൽ എളുപ്പമാണ് താനും. നമ്മളുടെ എത്ര ശ്രദ്ധയുണ്ടോ ആ ശ്രദ്ധയ്ക്കനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, പ്രാർത്ഥനയോടെ ഇരിക്കുക. 19 മന്ത്രങ്ങൾ അടങ്ങിയതാണെന്ന് നമ്മൾ കണ്ടു മധുബ്രാഹ്മണം. മധുബ്രാഹ്മണത്തിൽ മധു എന്ന വാക്കാണ് പ്രാധാന്യത്തോടു കൂടി കണ്ടത്. മധു എന്നാൽ കർമ്മഫലം അല്ലെങ്കിൽ ഭോഗ്യം, അല്ലേ? നമ്മൾ എന്താണ് കർമ്മഫലമെന്നും എന്താണ് ഭോഗ്യമെന്നും പറഞ്ഞിരുന്നു. എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ കഠോപനിഷത്തിലും പഠിച്ചിട്ടുണ്ട്. എഴുതിക്കോളൂ. കഠോപനിഷത്ത് 4.5 4-ാം വല്ലി 5-ാമത്തെ മന്ത്രം. 4-ാം വല്ലി 5-ാം മന്ത്രം. കഠോപനിഷത്ത് 4-ാം വല്ലി 5-ാം മന്ത്രം. 4-ാം വല്ലി എന്ന് വെച്ചാൽ 2-ാം അധ്യായം 2.4.5. 2-ാം അധ്യായം 4-ാം വല്ലി 5-ാം മന്ത്രം. ഇമം മധ്വനം വേദ ആത്മാനം ജീവമന്തികാത് ഈശാന ഭൂതഭവ്യസ്യ ന തതോ വിജുകുപ്സതേ ഏതത് വൈതത് എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. അവിടെയും മധു എന്ന വാക്ക്, അവിടെയും നമ്മൾ മധു എന്നതിന് കർമ്മഫലം എന്നാണ് പഠിച്ചത്. സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കണം. ജസ്റ്റ് ഒരു റെഫറൻസിന് പറഞ്ഞു എന്നേ ഉള്ളൂ. കഠോപനിഷത്ത് കൃഷ്ണയജുർവേദം, അല്ലേ? അവിടെയും മധു എന്ന വാക്ക് കർമ്മഫലം എന്ന് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും മധു എന്ന വാക്കിന് കർമ്മഫലം എന്ന അർത്ഥം. 2.4.5. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടിരുന്നു പഞ്ചമബ്രാഹ്മണം. മധുബ്രാഹ്മണത്തിൽ ഗുരുനാഥനും ശിഷ്യന്മാരും തമ്മിലുള്ള സംവാദം തുടങ്ങുന്നത് മന്ത്രം 16 മുതലേ ഉള്ളൂ. അവിടെ ഗുരുവായിട്ട് വരുന്നത് അഥർവണ മഹർഷിയാണ്. ശിഷ്യന്മാരായിട്ട് 2 പേരുണ്ട്, അശ്വിനി കുമാരന്മാർ. അവർ
ശിഷ്യരായിക്കൊണ്ട് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് അഥർവണ മഹർഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് ജഗത് മിഥ്യാത്വ വർണ്ണന. അപ്പം അതെന്തായിരിക്കും ജഗത് മിഥ്യാത്വ വർണ്ണന? അപ്പം അതെന്തായിരിക്കും? അപവാദ പ്രക്രിയ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഭഗവാനെ? ജഗത് മിഥ്യാത്വ വർണ്ണന എന്ന് നമ്മൾ ഇന്നലെ എഴുതി. അപ്പം അതെന്തായിരിക്കും? അപവാദം. ജഗത്ത് മിഥ്യയാണ് എന്ന് വർണ്ണിക്കുകയാണ്, ഉപദേശിക്കുകയാണ് ഗുരുനാഥൻ. അപ്പം അതെന്തായിരിക്കും? അപവാദമായിരിക്കും അല്ലേ? നേതി നേതി ഇത് ശാശ്വതമല്ല എന്ന് അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് അപവാദ പ്രക്രിയ. ജഗത് മിഥ്യാത്വ വർണ്ണന എന്ന് നമ്മൾ ഇന്നലെ എഴുതിയിരുന്നു. അവിടെ നമ്മൾ മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ പഠിച്ച അധ്യാരോപ അപവാദ പ്രക്രിയ ഇവിടെ മനനം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ അധ്യാഹാരം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അത് അപവാദ പ്രക്രിയ. അപ്പോൾ തൊട്ട് താഴത്ത് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം, സർവാത്മഭാവം. അപ്പം എന്തായിരിക്കും? അധ്യാരോപം. എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പറയുകയാണ്. അപ്പം എല്ലാറ്റിലും കാണാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രകൃതി ഉണ്ട്, അതിൽ ജീവചരാചരങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അധ്യാരോപം അല്ലേ? നശിക്കുന്നതിൽ മായാസഹിതനായി പരമാത്മാവ് സൃഷ്ടിച്ച ഈ മായാപ്രപഞ്ചമുണ്ട്, അതിലെല്ലാം ഈശ്വരനെ കാണാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ അത് അധ്യാരോപം അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക യാജ്ഞവൽക്യ മഹർഷിയോട്, എങ്കിലേ ഇത് നമുക്ക് ഗ്രാഹ്യമാവുകയുള്ളൂ. അപ്പോൾ ജഗത്ത് മിഥ്യാത്വ വർണ്ണന, അധ്യാരോപ പ്രക്രിയ മധുബ്രാഹ്മണത്തിൽ നമ്മൾ പഠിക്കുന്നു. അടുത്തത് സർവാത്മഭാവ വർണ്ണന, അതായത് ജഗത്ത് മിഥ്യാത്വം അപവാദ പ്രക്രിയ, സർവാത്മഭാവ വർണ്ണന അധ്യാരോപ പ്രക്രിയ. ഒന്നുകൂടെ പറയാം, ജഗത്ത് മിഥ്യാത്വ വർണ്ണന അപവാദ പ്രക്രിയ, സർവാത്മഭാവ വർണ്ണന അധ്യാരോപ പ്രക്രിയ. ഇത് രണ്ടും അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിക്കുന്നുണ്ട്. അവസാനം ഉപദേശം അവസാനിപ്പിക്കുന്നത് മഹാവാക്യ വിചാരത്തിലൂടെയാണ്. അയമാത്മാ ബ്രഹ്മ എന്ന പ്രസിദ്ധമായ മഹാവാക്യം. എല്ലാവരും ആമുഖമൊക്കെ ഒക്കെയാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിൽ ഇരിക്കുന്നു എന്ന ഭാവനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പ്രഥമ മന്ത്രം 1 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങൾ ബ്രഹ്മവിദ്യാ ഉപദേശം എന്ന് കണ്ടിരുന്നു. ഇവിടെ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിക്കുന്നതായി നമ്മൾ മനസ്സിൽ ഭാവന ചെയ്തോണം. കാരണം ഇവിടെ ആർക്ക് ഉപദേശിക്കുന്നു എന്നൊന്നും തുടക്കത്തിൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുകയില്ല ഇവിടെ ആരോട് പറയുന്നു എന്നുള്ളത്. അപ്പം നമ്മളത് മനസ്സിലാക്കിക്കോണം. ഇനി വരും അവർ കഥാപാത്രങ്ങൾ 16ാമത്തെ മന്ത്രം എത്തുമ്പോഴാണ് അവർ അവതരിക്കുക. അപ്പോൾ അതുവരെ അവരുടെ ഒരു സാന്നിധ്യവും നമ്മൾക്ക് മന്ത്രത്തിൽ കാണാൻ സാധ്യമല്ല. പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട, നമ്മുടെ മനസ്സിൽ ആ ഒരു ഭാവന ഉണ്ടാകണം. അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിക്കുന്നതായിട്ട്. അപ്പോൾ 1 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങൾ നമുക്ക് എളുപ്പമാണ്, വേഗം തീരും. ഈ ബ്രാഹ്മണം വേഗം അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം ആവർത്തനമാണ്. 1ാമത്തെ മന്ത്രം കണ്ടാൽ 15 വരെയുള്ള മന്ത്രം 1-2 വാക്കുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി മന്ത്രങ്ങളെല്ലാം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. എല്ലാവർക്കും അതാണ് ഇഷ്ടം, വേഗം തീർക്കുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. 1ാമത്തെ മന്ത്രം നമുക്ക് പ്രവേശിക്കാം. അധ ദ്വിതീയോധ്യായഃ പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം പ്രഥമ മന്ത്രം. ഇയം പൃഥിവീ സർവേഷാം ഭൂതാനാം മധു. അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു. യച്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ. യച്ചായം അധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷഃ.
അയമേവ സഹ യോയമാത്മാ ഇദമമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഒന്നുകൂടെ പറയാം, ഒരുമിച്ച് നമുക്ക് അന്വയിക്കാം. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യച്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായം അധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദമമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യച്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായം അധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഒന്നുകൂടെ. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസ്യൗ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യച്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായം അധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഇതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയാം. നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ ബാക്കി 14 മന്ത്രങ്ങളുടെയും വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് ദയവായിട്ട് എഴുതിയെടുക്കുക. ഇതിൻ്റെ അർത്ഥം മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിലുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് എഴുതുകയാണെങ്കിൽ എളുപ്പമാണ് അല്ലേ, കാര്യം എളുപ്പമാകും. അതുകൊണ്ട് ദയവായിട്ട് എഴുതിയെടുക്കുക. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. സർവജീവരാശികളും തങ്ങളുടെ, തങ്ങളെന്ന് വെച്ചാൽ അവനവൻ്റെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സർവജീവരാശികളും തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഇടമാകുന്നു പൃഥിവി അല്ലെങ്കിൽ ഭൂമി. തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഇടമാകുന്നു പൃഥിവി. വിരാമം, ഫുൾ സ്റ്റോപ്പ്. സർവജീവരാശികളും തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഇടമാകുന്നു പൃഥിവി അല്ലെ ഭൂമി അല്ലെ. അതാണ് നമ്മൾ കണ്ട ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു. മധു എന്ന് വെച്ചാൽ എന്താണ്? കർമ്മഫലം അല്ലെങ്കിൽ ഭോഗ്യം. അപ്പം അതാണ് നമ്മൾ എഴുതിയത്. സർവജീവരാശികളും, ആ ജീവരാശികളെല്ലാം അവരുടെ കർമ്മഫലം എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? അവർ പൃഥിവി ഉണ്ടെങ്കിൽ, അതായത് ഭൂമിയിൽ ജനിച്ച് സർവ്വജീവരാശികൾ, ഇവിടെ ദേവതാദി ജീവരാശികളല്ല കേട്ടോ, നമ്മൾ പറയണ പൃഥിവിയിലുള്ള ജീവരാശികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ആ കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ, ഇപ്പം ഞാൻ പൂർവ്വജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഈ ജന്മം എനിക്ക് ആ പാപം അനുഭവിക്കണമെങ്കിൽ ശരീരം വേണം. ശരീരം തനിയെ നിലനിൽക്കില്ലല്ലോ, ഭൂമി വേണ്ടേ. പഞ്ചമഹാഭൂത സൃഷ്ടിയായ ഭൂമിയിൽ ഞാൻ ജനിച്ച് അവിടെ അല്ലേ നമ്മൾ നമ്മുടെ കർമ്മഫലം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അനുഭവിക്കുന്നത്. അതിനെയാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്, അല്ലെങ്കിൽ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ട ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധുഹു അസ്യൗ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു.
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അത്ര എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് എഴുതിക്കോളൂ. ആ പൃഥിവി അല്ലെങ്കിൽ ആ ഭൂമി, ആ പൃഥിവി കോമ ഇട്ടിട്ട് തേജോമയനും, ആ പൃഥിവി തേജോമയനും. തേജോമയൻ എന്ന് വെച്ചാൽ ചൈതന്യ സ്വരൂപനായ പരമാത്മാവിനെ വിളിക്കുന്ന പേരാണ് തേജോമയൻ. തേജസ് എന്ന് വെച്ചാൽ ചൈതന്യം അല്ലേ. ബ്രഹ്മന്റെ പര്യായമാണ് തേജസ് എന്നത്. ചൈതന്യം, ചിത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സച്ചിദാനന്ദത്തിൽ ചിത്ത് അല്ലെങ്കിൽ ചൈതന്യം എന്നുള്ള അർത്ഥം അതാണ്. തേജസ് എന്നാൽ പ്രകാശം എന്നുള്ള അർത്ഥമല്ല, അല്ലെ വെളിച്ചം എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ചൈതന്യം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ തേജോമയൻ എന്ന് വെച്ചാൽ ചൈതന്യ സ്വരൂപനും അമൃതമയനുമായ, അടുത്ത വാക്ക് ആ പൃഥിവി തേജോമയനും ബ്രാക്കറ്റിൽ ചൈതന്യ സ്വരൂപനും, അടുത്ത വാക്ക് അമൃതമയനും. അമൃതം എന്ന് വെച്ചാൽ എന്താണ്? നാശരഹിതം. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. അമൃതമയൻ എന്ന് വെച്ചാൽ നാശരഹിതനും, ഇമ്മോർട്ടൽ എന്നുള്ള അർത്ഥം. നാശരഹിതനും ആരും വിചാരിക്കരുത് ഇതിൻ്റെ ഒക്കെ അർത്ഥം എനിക്കറിയാം, ഞാൻ എന്തിനാ എഴുതുന്നെന്ന്. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ യാജ്ഞവൽക്യ മഹർഷിയുടെ അധമ അധികാരിയാണ്. അപ്പോൾ എഴുതും തോറും നമുക്ക് സാധനയായേ അതിനെ കാണാവുള്ളൂ. അല്ല ഞാൻ അമൃതം എന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ഒരു ഭാവമേ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഓരോ വാക്കുകൾ എഴുതുന്നതും സാധനയായി കാണണം. ആ പൃഥിവി തേജോമയനും അമൃതമയനുമായ പുരുഷനിൽ, അടുത്ത വാക്ക് പുരുഷനിൽ. പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? അപ്പോൾ പരമാത്മാവിൽ. പുരുഷനിൽ നിന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതുക പരമാത്മാവിൽ. ആ പൃഥിവി തേജോമയനും അമൃതമയനുമായ പുരുഷനിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അടുത്ത വാക്ക് അധിഷ്ഠിതമായിരിക്കുന്നു. അധിഷ്ഠിതമായിരിക്കുന്നു ബ്രാക്കറ്റിൽ എഴുതുക നിലനിൽക്കുന്നു. സസ്റ്റെയിൻ എന്നുള്ള അർത്ഥം, നിലനിൽക്കുന്നു. ഒന്നുകൂടെ പറയാം. സർവ്വജീവരാശികളും തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഇടമാകുന്നു പൃഥിവി. അടുത്ത സെന്റൻസ്, ആ പൃഥിവി തേജോമയനും അമൃതമയനും ആയ പുരുഷനിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ഇനി അതിൻ്റെ സംസ്കൃത വാക്കാണ് നമ്മൾ കാണുന്ന യച്ഛായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ. ഒന്നുകൂടെ പറയാം. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യച്ഛായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ. ഇത്രയും വാക്കിൻ്റെ പരിഭാഷയാണ് നമ്മളിപ്പോൾ എഴുതിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പൃഥിവി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് കർമ്മഫലം അനുഭവിക്കുവാൻ സാധ്യമാകുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കും ഈ ശരീരം എടുത്തത് കൊണ്ടാണ്, അതൊരു കാരണമാണ്. അതിനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടു കൂടി പഞ്ചമഹാഭൂത സൃഷ്ടിയായ പൃഥിവിയും ഭൂമിയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ശരീരം എടുത്ത്. പക്ഷെ ഭൂമിയിൽ വായുവും വെള്ളവും ജലവും അല്ല വായുവും ജലവും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നിലനിൽക്കും അല്ലേ. നമുക്ക് അന്നപാനീയങ്ങൾ വേണം, പ്രാണൻ വേണം, ഇതെല്ലാം വേണം. അപ്പോൾ ഞാൻ ഒരുപാട് പുണ്യം സമ്പാദിച്ചിട്ടാണ് വന്നത്. ഞാൻ പൂർവ്വജന്മത്തിൽ ഒരുപാട് സുഹൃതം ചെയ്ത് ദാനധർമാദികൾ ചെയ്ത് പുണ്യപ്രവർത്തികളൊക്കെ ചെയ്ത് ഒരുപാട് പുണ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ആ ജനിച്ച സ്ഥലത്ത് വെള്ളമില്ല, ആഹാരമില്ല, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ പുണ്യം അനുഭവിക്കും? അല്ല എങ്ങനെ എൻ്റെ ശരീരം നിലനിൽക്കും? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്? അതാണ് ഇവിടെ അഥർവണ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഭൂമിയാണ്
അതിന് ആധാരം. അപ്പോൾ ഈ ഭൂമി ആരിൽ നിലനിൽക്കുന്നു? ഇവിടെ പരമാത്മാവിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞതോട് ഇത് മാത്രമല്ല, നമുക്ക് ഏത് ലക്ഷണവും ഇവിടെ എടുക്കാം. ഇവിടെ അഥർവണ മഹർഷി 3 ലക്ഷണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ബ്രാഹ്മണത്തിൽ കണ്ടില്ലേ, അതായത് മൈത്രേയിയോടും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ. മൈത്രേയി ബ്രാഹ്മണം മന്ത്രം 12 മഹദ്ഭൂതം, അനന്തം, അപാരം, വിജ്ഞാനഘനം എന്നൊക്കെ. മൈത്രേയി ബ്രാഹ്മണം മന്ത്രം 12 കണ്ടില്ലേ, മഹദ്ഭൂതം, അനന്തം, അപാരം എന്നൊക്കെ. അവിടെയും നമ്മൾ ചർച്ച ചെയ്തില്ലേ പരമാത്മാവിൻ്റെ 1-2 ലക്ഷണങ്ങൾ യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് പറഞ്ഞു കൊടുക്കുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ 3 ലക്ഷണങ്ങൾ, തേജോമയൻ, അമൃതമയൻ, പുരുഷൻ എന്നുള്ള 3 ലക്ഷണങ്ങൾ, പരമാത്മ ലക്ഷണങ്ങൾ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് 1000കണക്കിന് ലക്ഷണങ്ങൾ എടുക്കാം അല്ലേ. അനന്തം, അപാരം, എന്താ പറയുക, അശബ്ദം, അസ്പർശം, സുസൂക്ഷ്മം, നിരഞ്ജൻ, നിരാമയൻ, എന്തെല്ലാം ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ ലക്ഷണങ്ങളൊക്കെ ഇവിടെ എടുക്കുക. ഇവിടെ ഉപലക്ഷണമായിട്ട് 1000 ലക്ഷണങ്ങളിൽ പ്രതിനിധികളായിട്ട് മാത്രം 3 ലക്ഷണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈ പരമാത്മാവിലാണ് അല്ലയോ ശിഷ്യന്മാരെ, അല്ലെ അശ്വിനി കുമാരന്മാരെ. ആ വാക്ക് നമുക്ക് പരിചയമാകാൻ വേണ്ടി നമുക്ക് ഗുരു ശിഷ്യന്മാരുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. കാരണം അല്ലെങ്കിൽ 16-ാം മന്ത്രത്തിൽ എത്തുമ്പോഴേ നമ്മൾ ആ വാക്ക് പരിചയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോഴേ പറഞ്ഞു പോകാം. അപ്പോൾ നമുക്കതെന്താണ്, എളുപ്പമാണ്, നമ്മൾക്കും ഫെമിലിയർ ആകും, ഇതാണ് ഗുരു, ഇതാണ് ശിഷ്യൻ. അപ്പോൾ ഇവിടെ അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി പറയുകയാണ്, വെറുതെ കർമ്മഫലമായിട്ട് വന്നിട്ട് കാര്യമില്ല. കർമ്മഫലം അനുഭവിക്കാൻ ഒരു നിലം വേണം, ഒരു ഇരിപ്പിടം വേണം. അത് ഭൂമിയാകുന്നു. ഭൂമി എന്തിനാൽ വ്യാപിച്ചിരിക്കുന്നു? തേജോമയനും അമൃതമയനുമായ പരമാത്മാവിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതുവരെ ചെയ്തത്. ഇനി അടുത്തത് എഴുതിക്കോളൂ, അടുത്ത സെന്റൻസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യച്ഛായം അധ്യാത്മം. ആ അധ്യാത്മം എന്നുള്ള വാക്കിൻ്റെ അവിടെ എഴുതിക്കോളൂ, വെഷ്ടി എന്നുള്ള അർത്ഥമാണ് അവിടെ. അധ്യാത്മം എന്ന വാക്കിന് ഈ സന്ദർഭത്തിൽ അർത്ഥം, ഇനിയുള്ള 14 മന്ത്രങ്ങളിലും അധ്യാത്മം അധ്യാത്മം എന്ന് കാണും കേട്ടോ. അവിടെയെല്ലാം അധ്യാത്മം എന്ന വാക്കിന് വെഷ്ടി. വെഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിവിജ്വൽ അല്ലേ. നമ്മളൊക്കെ ഓരോ വെഷ്ടികളാണ്. അപ്പോൾ വെഷ്ടി എന്ന വാക്കിന് ഇൻഡിവിജ്വൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ അധ്യാത്മം എന്നാൽ വെഷ്ടി. യച്ഛായം അധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷ. അവിടെ വരെയുള്ള അർത്ഥം നമുക്ക് എഴുതാം. അപ്പം നിലനിൽക്കുന്നു എന്ന് വരെ എഴുതിയില്ലേ. ഇനി അടുത്തത് എഴുതിക്കോളൂ. പൃഥിവിയിലുള്ള, അടുത്ത വാക്ക്, പൃഥിവിയിലുള്ള ഓരോ വെഷ്ടി ജീവാത്മാക്കളുടെ, ഓരോ വെഷ്ടി ജീവാത്മാക്കളുടെ ശരീരത്തിലും കുടികൊള്ളുന്നത്. അടുത്ത വാക്ക്, പൃഥിവിയിലുള്ള ഓരോ വെഷ്ടി ജീവാത്മാക്കളുടെ ശരീരത്തിലും കുടികൊള്ളുന്നത് ഈ തേജോമയനും അമൃതമയനും ആയ പുരുഷനാകുന്നു. പൃഥിവിയിലുള്ള ഓരോ വെഷ്ടി ജീവാത്മാക്കളുടെ ശരീരത്തിലും കുടികൊള്ളുന്നത് ഈ തേജോമയനും അമൃതമയനുമായ പുരുഷനാകുന്നു. അതാണ് ഈ വാക്ക്. യച്ഛായം അധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷ. അത്രയും വാക്കിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഈ പൃഥിവിയിലുള്ള ഓരോ ജീവാത്മാക്കളും, ആ ജീവാത്മാക്കളുടെയൊക്കെ വെഷ്ടി എന്ന് വെച്ചാൽ ഓരോ ജീവാത്മാക്കളുടെയും ശരീരത്തിൽ അവർ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഈ തേജോമയനും അമൃതമയനും ആയ പുരുഷൻ, അല്ലെ പരമാത്മ ചൈതന്യ സ്വരൂപിയായ നാശരഹിതനായ എക്കാലത്തും നിലനിൽക്കുന്ന സൃഷ്ടിസ്ഥിതി ലയ കാരണനായ ആ പരമാത്മാവാകുന്നു.
അപ്പം ഇത്രയും നമ്മൾ പഠിച്ചോളൂ. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ മന്ത്രത്തിൽ ഇത്രയേ കാര്യേ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് പറയുന്നുള്ളൂ. എന്താണ്? അല്ലയോ അശ്വിനി കുമാരന്മാരെ, കർമ്മഫലം അനുഭവിക്കുവാൻ നമ്മൾ ജന്മം എടുക്കണം. ആ ജന്മം എടുക്കുന്നത് പൃഥ്വിയിൽ പൃഥ്വിയിലുള്ള ജീവാത്മാക്കളുടെ കർമ്മഫലം മാത്രമാണ് ഈ പറയുന്നത്. ആ കാരണം അശ്വിനി കുമാരന്മാർക്ക് ദേവതാ ലോകത്തെ കാര്യം അറിയേണ്ട കാര്യമില്ല. കാരണം അവർ ദേവവൈദ്യന്മാരാണ്. അപ്പം അവിടുത്തെ കാര്യമല്ല പറയുന്നത്, പൃഥ്വിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇവർ ചോദ്യം തുടങ്ങിയെന്നോ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നൊന്നോ ഇവിടെ പറയുന്നില്ല. അത് നമുക്ക് 16ാമത്തെ മന്ത്രം എത്തുമ്പോൾ പഠിക്കാം. അപ്പോൾ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഗുരു ഉത്തരം പറയുന്നതായി നമ്മൾ ഭാവന ചെയ്തു കൊള്ളണം. നമ്മൾ ഒരിക്കലും അയ്യോ ഇങ്ങനെ യാജ്ഞവൽക്യ മഹർഷി കഥ തുടങ്ങിയില്ലല്ലോ, എനിക്ക് മനസ്സിലായി, അങ്ങനെയൊന്നും വിചാരിക്കരുത്. യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം ബൃഹദാരണ്യം എത്തുന്നവർ അത് മനസ്സിലാക്കുവാൻ പ്രാപ്തരാണ്, അതിനുള്ള മനസ്ഥിതി ഉള്ളവരാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ വേണം സഞ്ചരിക്കുക. അപ്പോൾ അശ്വിനി കുമാരന്മാർ ചോദ്യം ചോദിക്കുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്തോണം. ആ ചോദ്യം പൃഥ്വിയിലുള്ള ജീവാത്മാക്കളെ കുറിച്ചുള്ള ചോദ്യമാണ്. അവരെങ്ങനെയാണ് കർമ്മഫലം അനുഭവിക്കുന്നതെന്നുള്ള ചോദ്യമാവാം. ആ ചോദ്യത്തിന് മറുപടിയായി അഥർവണ മഹർഷി പറയുകയാണ്, ഈ ജീവാത്മാക്കൾ അവരുടെ കർമ്മഫലം കൊണ്ട് വീണ്ടും പൃഥ്വിയിൽ ജന്മമെടുക്കും. ആ ജന്മം എടുക്കണമെങ്കിൽ എന്ത് വേണം? ആ ശരീരം വേണം. ആ ശരീരത്തിൽ കുടികൊള്ളുന്നതും പൃഥ്വിയിൽ കുടികൊള്ളുന്നു ഭൂമിയിലുള്ള പരമാത്മാവും ഈ ജന്മമെടുത്ത ജീവനിലുള്ള പരമാത്മാവും രണ്ടല്ല. ശ്രദ്ധിക്കണേ, ഭൂമിയിലുള്ള പരമാത്മാവും, അതായത് ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവും ഈ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അല്ലെ കുടികൊള്ളുന്ന പരമാത്മാവും രണ്ടല്ല. അത് ചൈതന്യ സ്വരൂപിയായ പുരുഷൻ എന്ന് വിളിക്കുന്ന, അമൃതൻ എന്ന് വിളിക്കുന്ന ആ ഈശ്വരനാകുന്നു, സർവവ്യാപിയായ പരമാത്മാവാകുന്നു. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ? ഇത് മറ്റൊരു രൂപത്തിൽ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മൾ ഭൂമിയിൽ ജന്മമെടുത്തു. ആ കർമ്മഫലം അനുഭവിക്കുവാനായിട്ട് ഭൂമി ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. ആകാശം, വായു, അഗ്നി, ജലം ഇത്യാദി രൂപത്തിൽ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. അപ്പം നമ്മളുടെ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും തോതനുസരിച്ച് നമ്മൾ ഭൂമിയിൽ സുഖദുഃഖാദി രൂപത്തിൽ നമ്മുടെ കർമ്മഫലത്തെ അനുഭവിക്കുന്നു. എന്നിട്ട് അഥർവണ മഹർഷി പറയുന്നു, കർമ്മഫലം അനുഭവിക്കുന്ന ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യവും ഈ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യവും രണ്ടല്ല. തേജോമയോ അമൃതമയ പുരുഷ. കണ്ടോ, വീണ്ടും പറഞ്ഞു കണ്ടോ, തേജോമയോ അമൃതമയ പുരുഷ. ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സമഷ്ടി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ, വ്യഷ്ടി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ. സമഷ്ടി എന്ന് വെച്ചാൽ ഭൂമി മുഴുവൻ, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ഒന്ന് തന്നെ, ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ അല്ലേ? അപ്പം ഇതെന്തായിരിക്കും? അധ്യാരോപ പ്രകരണം അല്ലേ? അല്ല, അധ്യാരോപം അല്ലേ? കാരണം ഭൂമി ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അധ്യാരോപമല്ലേ? ചിന്തിക്കണം കേട്ടോ. മനനം ചെയ്താലേ നമ്മൾ സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥനയും സമർപ്പണവും ഉണ്ടാവണം. അമൃതമയ പുരുഷ. ഇനി അടുത്ത സെന്റൻസ്, അയമേവ സഹ യോയമാത്മാ ഇതം അമൃതം ഇതം ബ്രഹ്മ ഇതം സർവം. വീണ്ടും അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, അല്ലയോ ശിഷ്യരെ, എന്ത് പറയുന്നു? ഇത് തന്നെയാണ് പരമാത്മാ. അയമേവ സഹ യോയമാത്മാ. നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇത് മാണ്ഡൂക്യം പഠിക്കുമ്പോൾ ഇതേ കാര്യം വേണം. യോയമാത്മാ ചതുഷ്പാദഃ എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രം പഠിക്കും. അതുകൊണ്ട് മാണ്ഡൂക്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഭാവത്തോടു കൂടി ഇരിക്കണം, പ്രാർത്ഥനയോടെ ഇരിക്കണം. യോയമാത്മാ എന്ന് വെച്ചാൽ എന്താ? ഇത് തന്നെയാകുന്നു പരമാത്മാവ്. ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്. അല്ലയോ ശിഷ്യരെ, അശ്വിനി കുമാരന്മാരെ, അഥർവണ മഹർഷി പറയുന്നു,
ഇതിനെ തന്നെയാണ് പരമാത്മാവെന്ന് വിളിക്കുന്നത്. ഏതിനെ തന്നെ? ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നതുമായ ഒരേ ചൈതന്യത്തെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് ആത്മാ. ആത്മാ എന്ന് വെച്ചാൽ ഇവിടെ പരമാത്മാ എന്നുള്ള അർത്ഥമാണ്. ഇതം അമൃതം, ഇത് തന്നെയാകുന്നു അമൃതം എന്ന് വെച്ചാൽ എന്താണ്? ഈ പരമാത്മാവിനെ തന്നെയാണ് അമൃതം എന്ന് വിളിക്കുന്നത്, നാശരഹിതൻ എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. ഇതം ബ്രഹ്മ, ഈ നാശരഹിതനായ പരമാത്മാവിനെ തന്നെയാണ് ബ്രഹ്മൻ എന്ന മറ്റൊരു നാമം കൊണ്ട് വിളിക്കുന്നത്. ഇതം സർവം, ബ്രഹ്മനും അമൃതനും ചൈതന്യനും എല്ലാ പേരോടും കൂടി വിളിക്കുന്ന ആ പരമാത്മാവിനെയാണ് സർവം എന്ന് വിളിക്കുന്നത്. ഇവിടെ സർവം എന്നാൽ സർവവ്യാപി എന്നാണ് അർത്ഥം കേട്ടോ. സർവം എന്നാൽ സാധാരണ എന്താണ് അർത്ഥം? സർവം എന്ന വാക്കിന് ഓളം എന്നാണ്, എല്ലാം എന്നുള്ള അർത്ഥമാണ്. അതല്ല ഇവിടെ അർത്ഥം സർവവ്യാപി, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റില്ല അല്ലേ? സർവവ്യാപിനെ എങ്ങനെയാ കാണുക? അത് സർവം എന്ന വാക്കുകൊണ്ട് പറയും. ഇതൊക്കെ പര്യായങ്ങൾ മനനത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ മന്ത്രം അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുന്നതായിട്ട് സംവാദ രൂപത്തിൽ, ആഖ്യായിക രൂപത്തിലാണ് മധുബ്രാഹ്മണം. അതിൽ തുടക്കത്തിൽ ആഖ്യായിക ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ അത് ഭാവന ചെയ്യണം. ഗുരു ശിഷ്യ സംവാദമാണ് ഇവിടെ. ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പൃഥിവിയിൽ കർമ്മഫലം അനുഭവിക്കുവാനായി പിറക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും അവരുടെ, ശ്രദ്ധിക്കണേ, കർമ്മഫലം അനുഭവിക്കുവാനായി പിറക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും അവരുടെ കർമ്മഫലം അനുഭവിക്കുവാൻ പൃഥിവി ആവശ്യമാണ്. പൃഥിവി പരമാത്മാവിനാൽ വ്യാപിച്ചിരിക്കുകയാണ്. ആ പൃഥിവിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർമ്മഫലം അനുഭവിക്കുവാനായി പിറക്കുന്നത്. ആ കർമ്മഫലം പുണ്യരൂപത്തിലോ പാപരൂപത്തിലോ നമ്മൾ അനുഭവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ സമ്മിശ്രമായിരിക്കും. ഒന്നും കൂടുതലോ കുറവോ കാണില്ല അല്ലേ? പുണ്യവും പാപത്തിൻ്റെയും സമ്മിശ്ര രൂപത്തിലായിരിക്കും നമ്മൾ അനുഭവിച്ചു പോകുന്നത്. അപ്പോൾ ആ പുണ്യപാപങ്ങൾ അനുഭവിക്കുവാൻ പൃഥിവി ആവശ്യമാണ്. പൃഥിവി പരമാത്മാവിനാൽ വ്യാപിച്ചിരിക്കുന്നു. അതേ പരമാത്മാവ് തന്നെയാണ് ഈ പുണ്യപാപ കർമ്മഫലം അനുഭവിക്കുവാനായി പിറവിയെടുത്ത ഓരോ ജീവാത്മാക്കളുടെയും ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്നത്. എത്ര കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. കാരണം ഒന്നാമത്തെ മന്ത്രം ക്ലിയർ ആണെങ്കിൽ ബാക്കി നമുക്ക് വേഗം പോകാം, എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക. അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ ജീവാത്മാക്കളും അവരുടെ പുണ്യഭാവം അനുസരിച്ച് വീണ്ടും പിറവിയെടുക്കും. ആ പിറവി ഭൂമിയിലാണെങ്കിൽ അവർ പുണ്യപാപത്തിൻ്റെ ആ അളവിനനുസരിച്ചുള്ള ശരീരം കിട്ടും. ആ ശരീരത്തിന് ജന്മമെടുത്താൽ എന്തു വേണം? പ്രധാനമായും അവർക്ക് ഭൂമി ആവശ്യമാണ്. ആ ഭൂമി പരമാത്മാവിനാൽ വ്യാപിച്ചപ്പെട്ടിരിക്കുന്നു. ആ ഭൂമിയിൽ പിറവിയെടുക്കുന്ന സർവ്വജീവാത്മാക്കൾക്കും അവരുടെ പുണ്യപാപത്തിനനുസരിച്ച് കർമ്മഫലം അനുഭവിക്കുവാനായി ശരീരം ആവശ്യമാണ്. ആ ശരീരത്തിലും ഭൂമിയിലും വ്യാപിച്ചിരിക്കുന്നത് ഒരേ പരമാത്മാവാകുന്നു. ആ പരമാത്മാവിനെ തേജോമയനെന്നും അമൃതമയനെന്നും ബ്രഹ്മനെന്നും പരമാത്മാവെന്നോ പുരുഷനെന്നോ പല പല പേരുകളിൽ സർവവ്യാപിയെന്നും എല്ലാം ശാസ്ത്രം വിളിക്കുന്നു എന്ന് മാത്രമേ ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഒന്നുകൂടെ ചൊല്ലാം. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു. ഇവിടെ മധു എന്ന് വെച്ചാൽ കർമ്മഫലം അല്ലെ, ഭോഗ്യം, രണ്ടും ഒരർത്ഥം തന്നെ. അസ്യ പൃഥിവ്യേ സർവാണി ഭൂതാനി മധു യച്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായമധ്യാത്മം ശാരീര തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. എല്ലാ വാക്കുകളും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ടേബിൾ വരച്ചിരുന്ന് നിങ്ങൾ എഴുതിയെടുത്തോ എന്ന് അറിഞ്ഞൂടാ. അത് ഇതേ കാര്യം തന്നെയാണ്. പൃഥിവി ഭോക്ത,
എന്നുവെച്ചാൽ എന്താ? സർവേഷാം ഭൂതാന. നമ്മളിപ്പോൾ എഴുതിയ അടിസ്ഥാനം അല്ലെ ആധാരം തേജോമയോ അമൃതമയ പുരുഷ അല്ലേ. ഇനി അടുത്ത അതിൻ്റെ അപ്പുറം വേണമെങ്കിൽ ഒരു ടേബിൾ വരച്ചിട്ട് എഴുതാം. അധ്യാത്മം എന്ന് പറഞ്ഞു, അതായത് വ്യഷ്ടി. അവിടെ എന്താണ്? ശരീരം. ഓരോ ജീവാത്മാക്കളുടെയും ശരീരത്തിൽ കുടികൊള്ളുന്നതും സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന തേജോമയനും അമൃതമയനുമായ പരമാത്മാവാകുന്നു. അതേ കാര്യം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി തുടർന്ന് ആവർത്തിക്കുകയാണ്. ഇപ്പം ഭൂമിയുടെ കാര്യം ഒന്നാമത് പറഞ്ഞില്ലേ. ഇനി അടുത്ത മന്ത്രത്തിൽ ജലമാണ് പറയുന്നത്. നമുക്ക് ജലം ആവശ്യമാണ്. ജീവാത്മാക്കൾ ഭൂമിയിൽ ജനിച്ച് അവിടെ ജലം ആവശ്യമാണ്. ഭൂമിയുടെ അടിസ്ഥാന തത്വം തന്നെ ജലമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2/3 ഭാഗം ജലവും 1 ഭാഗമേ കരയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രകൃതിയിൽ ഭൂരിഭാഗവും ജലം തന്നെയാണ്. അപ്പോൾ ജലം പരമാത്മാവിനാൽ വ്യാപിച്ചിരിക്കുന്നു, അല്ല ജലത്തിൽ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു. അതിനെ തേജോമയനെന്നും അമൃതമയനെന്നും വിളിക്കുന്നു. അതേ ജലത്തിൽ വ്യാപിച്ചിരിക്കുന്ന അതേ പരമാത്മാവ് ഈ കർമ്മഫലം അനുഭവിക്കുവാനായി പിറവിയെടുത്ത ജീവാത്മാക്കളിലും വ്യാപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇത് സൂക്ഷ്മമായി പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ. ഇനി അടുത്തത് അഗ്നിയിൽ വ്യാപിച്ചിരിക്കുന്നു. ഓരോ മഹാഭൂതങ്ങളും വായുവിൽ വ്യാപിച്ചിരിക്കും, സൂര്യനിൽ വ്യാപിച്ചു. ഇവരൊക്കെ വേണം നമുക്ക്. നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ വന്ന് ഇവിടെ മരുഭൂമിയാണെങ്കിൽ എങ്ങനെ കർമ്മഫലം അനുഭവിക്കും? അപ്പം ഇവരെല്ലാവരുടെയും സഹായം വേണം. ചന്ദ്രൻ വേണം, സൂര്യൻ വേണം, നക്ഷത്രങ്ങൾ വേണം, ആകാശം വേണം. ഇതെല്ലാം ഇങ്ങനെ ലിസ്റ്റായിട്ട് അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് പറയുന്നേ ഉള്ളൂ അല്ലേ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നാളെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഒന്ന് 5 മിനിറ്റെങ്കിലും ഇതൊന്ന് എടുത്ത് വായിച്ച് നോക്കണം, മനനം ചെയ്യണം. എങ്കിലേ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത് പോലെ നമുക്കും അതേ ട്രാക്കിൽ പോകാൻ സാധിക്കും. അല്ലെ നമ്മൾ എവിടെയോ എത്തും, അദ്ദേഹം വേറെ എവിടെയോ പോകും. നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കാണാതെ, എയർപോർട്ടിൽ പോകുമ്പോഴേ ഈ നമ്മൾക്കൊരു സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഡെറാഡൂണിൽ നിന്ന് എനിക്ക് ബോംബെക്ക് പോകണം, അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. അപ്പം ഞാൻ ഡെറാഡൂൺ എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെക്കും, അല്ലെ അനൗൺസ് ചെയ്യും, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഇപ്പം എനിക്ക് മുംബൈക്കാണ് പോകുന്നത്, അല്ലെ കൽക്കട്ടയ്ക്ക് ഫ്ലൈറ്റ് ഫ്രീ ആണ് എന്നിങ്ങനെ അനൗൺസ് ചെയ്യുക. എയർ ഇന്ത്യയോ അല്ലെ ഇന്ത്യയോ ആരും ആയിക്കോട്ടെ, അവരിങ്ങനെ അനൗൺസ് ചെയ്യാണ്. അറ്റൻഷൻ പ്ലീസ് ഓൾ പാസഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ അനൗൺസ് ചെയ്യുകയാണ്. എന്താണ്, നിങ്ങൾക്ക് കൽക്കട്ടയ്ക്ക് ഇന്ന ഫ്ലൈറ്റ് ഫ്രീ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അയ്യോ കൽക്കട്ട വരെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അല്ലെങ്കിൽ വർഷങ്ങളായി ഞാൻ പോയിട്ട് എന്ന് പറഞ്ഞ് എനിക്ക് പോകേണ്ട ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഫ്രീ ഉള്ള ടിക്കറ്റ് കയറി ഞാൻ പോവോ? അല്ലേ, നമ്മളങ്ങനെ ചെയ്യുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. കൽക്കട്ടയ്ക്ക് ഫ്ലൈറ്റ് ഫ്രീ ആണ്, ടിക്കറ്റ് ഫ്രീ ആണ് എന്ന് പറഞ്ഞ് ഞാൻ പോവോ? എനിക്ക് പോകേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലേ? അതുപോലെ തന്നെയുള്ളൂ. ഫ്രീ എന്ന് പറഞ്ഞ് പലതും വരും. നമുക്ക് പോകേണ്ടത് യാജ്ഞവൽക്യ മഹർഷിയുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സാധനയും ശ്രദ്ധയും ഉണ്ടാവണം, എങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. നമുക്ക് അടുത്ത മന്ത്രം ഒന്ന് ജസ്റ്റ് പാരായണം ചെയ്യാം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ പൃഥിവീന്ന് കണ്ടില്ലേ, അതിൻ്റെ സ്ഥാനത്ത് ആപഹ, അപ്പം എന്ന് വെച്ചാൽ ജലം അല്ലേ, അത് മാത്രമേ മാറുന്നുള്ളൂ. നമുക്ക് ഒന്ന് വായിക്കാം. ദ്വിതീയ മന്ത്രം. അയം അഗ്നിഹി സർവേഷാം ഭൂതാനാം മധു അസ്യ അഗ്നേ സർവാണി ഭൂതാനി മധു യച്ചായം അസ്മിൻ അഗ്നൗ തേജോമയോ അമൃതമയ പുരുഷഃ. സോറി മാറിപ്പോയതാ, പേപ്പർ തിരിച്ചപ്പം മാറിയതാ, ക്ഷമിക്കുക. ദ്വിതീയ മന്ത്രം ഇമാ ആപഹ. ധന്യോസ്തി ശ്രദ്ധാവാൻ. ഇമാ ആപഹ സർവേഷാം ഭൂതാനാം മധു. ദ്വിതീയ മന്ത്രവേ ഇമാ ആപഹ സർവേഷാം ഭൂതാനാം മധു ആസാം അപാം
സർവാണി ഭൂതാനി മധു യച്ചായം അസ്വാപ്സുഹു അസ്വാപ്സുഹു തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായം അധ്യാത്മം റൈതസ റൈതസ തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദമമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഒന്നുകൂടെ പറയാം. ഇമാം ആപഹ സർവേഷാം ഭൂതാനാം മധു ആസാം അപാം സർവാണി ഭൂതാനി മധു യച്ചായം അപ്സ്വാപ്സുഹു തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായം അധ്യാത്മം റൈതസ തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇമാ ആപഹ സർവേഷാം ഭൂതാനാം മധു ആസാം അപാം സർവാണി ഭൂതാനി മധു യച്ചായം അസ്വാപ്സുഹു തേജോമയോ അമൃതമയ പുരുഷഃ യച്ചായമധ്യാത്മം റൈതസ തേജോമയോ അമൃതമയ പുരുഷഃ അയമേവ സഹ യോയമാത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. നമ്മൾ ഒന്നാമത്തെ മന്ത്രത്തിൽ എഴുതിയില്ലേ ഒരു ഡെഫിനിഷൻ, നമ്മൾ എഴുതിയില്ലേ അതിൻ്റെ വ്യാഖ്യാനം. അവിടെ പൃഥിവി എന്നുള്ളത് മാറ്റി അവിടെ ജലം എന്നാക്കിയാൽ മാത്രം മതി. പിന്നെ വെഷ്ടി എന്നുള്ളിടത്ത് പൃഥിവിയിലുള്ള ഓരോ വെഷ്ടി ജീവാത്മാക്കളുടെ ശരീരം കുടികൊള്ളുന്നത് അധ്യാത്മം മാറ്റി അവിടെ റൈതസ് എന്നാക്കിയാൽ മതി. അതെന്തെന്ന് നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.